ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഹുസൈനി ഖമനേയിയെ എങ്ങനെയാണ് ഇസ്രയേലും അമേരിക്കയും തീർത്തത്? 86 വയസ്സുള്ള പടുവൃദ്ധൻ ഒളിവിലിരിക്കുകയായിരുന്നു. ഈ ഒളി സങ്കേതത്തിൽ വെച്ച് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരെ തീർത്തു കളഞ്ഞത്. എല്ലാവരും, ലോകം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിച്ചു. വളരെ ജാഗരൂകരായിട്ട് IRGCയുടെയൊക്കെ പ്രൊട്ടക്ഷനിൽ ഇരിക്കുന്ന ഈ പടുവൃദ്ധൻ എങ്ങനെയാണ് ഇസ്രായേൽ ഈ ഒരു കാര്യത്തിലേക്ക് എത്തപ്പെട്ടത്? അവരവിടെ ഇറാനിൽ ബോംബ് വെച്ചിട്ടില്ല, ബോംബ് വെച്ചതായിട്ടുള്ള യാതൊരു റിപ്പോർട്ടുകളും വരുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇറാന്റെ മുഴുവൻ നേതൃത്വവും ഒരു മുറിയിലേക്ക് ഇരിക്കാനായിട്ട് അവർ കാത്തിരുന്നു. അതായത് ഇസ്രായേൽ ഈ ഒരു മുഴുവൻ നേതൃത്വവും ഒരു മുറിയിലേക്ക് ഇരിക്കാനായിട്ട് കാത്തിരുന്നു. തുടർന്ന് ഇറാനിൽ സ്ട്രൈക്ക് ചെയ്തു, ഇറാനിൽ ബോംബിട്ടു എന്നുള്ളതാണ്. മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണം, ആയിരക്കണക്കിന് മണിക്കൂറുകൾ നിരീക്ഷണവും സിഗ്നൽ ഇടപെടലുകളും ഒക്കെ നടത്തിയതിന് ശേഷം, അതായത് ഒരു ദിവസം കൊണ്ടല്ല ഈ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അതാണ് പറഞ്ഞത്, ആയിരക്കണക്കിന് മണിക്കൂറുകൾ നീണ്ട നിരീക്ഷണം. ഈ നിരീക്ഷണം മുഴുവനും ഈ പരമോന്നത നേതാവിനെ കുറിച്ചായിരുന്നു, ഈ പടുവൃദ്ധനെ കുറിച്ചായിരുന്നു, ഈ മതഭ്രാന്ത് തലിയേൽപ്പിക്കുന്ന പടുവൃദ്ധനെ കുറിച്ചായിരുന്നു എന്നുള്ളതാണ്. ആ നിമിഷം എന്ന് പറയുന്നത് ഇന്ന് രാവിലെയാണ് സംഭവിച്ചത്. അതായത് എല്ലാവരും കൂടെ പതുങ്ങി പലയിടങ്ങളിൽ ഒതുങ്ങി ബങ്കറിനുള്ളിലൊക്കെ ഒളിച്ചിരുന്ന ഇവരെല്ലാവരും കൂടെ ഒരു മുറിയിലേക്ക് ചേരാനായിട്ട് കാത്തിരുന്നു. ആ നിമിഷം ഉണ്ടായത് ഇന്ന് രാവിലെ 8:15 8:15 പകൽ വെളിച്ചം. ഇറാനെതിരായിട്ടുള്ള മുൻ ഇസ്രായേലി ആക്രമണങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതെല്ലാം രാത്രികാലങ്ങളിലായിരുന്നു സംഭവിച്ചിരുന്നത്. 2025 ജൂൺ ഇരുട്ടിലാണ് ഈ ഒരു ആക്രമണം അന്നുണ്ടായിരുന്നത്. 2024 ഒക്ടോബറിലും അർദ്ധരാത്രിക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. ഇറാന്റെ മുഴുവൻ വ്യോമ പ്രതിരോധ സിദ്ധാന്തങ്ങൾ, അതായത് വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളുമെല്ലാം ഇസ്രായേൽ ഇരുട്ടിൽ ആക്രമിക്കുന്നു എന്ന അനുമാനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു എല്ലാ കാര്യങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഒരുക്കിയത് ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേൽ അടിക്കുമെന്നുള്ളത് ഉള്ള ഒരു ധാരണയുടെ പുറത്തായിരുന്നു. ആ ധാരണയായിരുന്നു ഇസ്രായേലിന് മറയായി ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു പ്രതീതി കൊടുത്തുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ഇവർ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് ഇസ്രായേൽ കയറി അടിച്ചു. ഖമനേയിയെയും പെസഷ്കിയാനെയും, അതായത് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് റോയിട്ടേഴ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാസങ്ങൾ നീണ്ടുനിന്ന US ഇസ്രായേൽ സംയുക്ത ആക്രമണമായിരുന്നു എന്നുള്ളത് CNN സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയ സ്ഥലത്തായിരുന്നു ആക്രമണം എന്നുള്ളത് ഇസ്രായേലി മാധ്യമങ്ങളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആക്രമണത്തിന് മുമ്പ് ഖമനേയിയെ മാറ്റിയോ അതോ പിന്നീട് പുറത്താക്കിയതോ എന്നുള്ളത് ഇനിയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. മുമ്പ് ടെഹ്റാന്റെ ഒരു അകത്തുള്ള ആന്തരികമായിട്ടുള്ള കേന്ദ്രത്തിലുള്ള ഒരു യോഗം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു യോഗം, അത് എവിടെ എപ്പോൾ എങ്ങനെ നടക്കുമെന്ന് വ്യക്തമായിട്ട് ജെറുസലേം, അതായത് ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു. ഇതേക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയിരുന്ന ഒരാൾ ഇറാനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളുമൊക്കെ വരികയാണ്. അപ്പോൾ അതിനുശേഷം ഇയാൾ ഈ മുറിക്ക് പുറത്തേക്ക് പോയി എന്നുള്ള കാര്യങ്ങളുമൊക്കെ റിപ്പോർട്ടുകളായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും ഇറാന്റെ നേതൃത്വത്തിന് വ്യക്തമാകുന്ന 3 കാര്യങ്ങളുണ്ട്. അവർ എവിടെയാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവർ എപ്പോൾ കൂടിക്കാഴ്ച നടത്തുമെന്നും ഇസ്രായേലിന് അറിയാമായിരുന്നു. മുറിയിൽ ആരൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതും ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇറാന്റെ ഉള്ളിൽ നിന്ന് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആരോ ഒരാൾ വിവരം ചോർത്തിക്കൊടുത്തിരുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, അതെല്ലാം തന്നെ ഒവ്ഡയിലെ F-22 വിമാനങ്ങൾ, അൽ ഉദൈദിലെ ബെൻഗുരിയോണിലെ ടാങ്കറുകളെല്ലാം ഇല്ലാതാക്കിയതിനു ശേഷം 270ഓളം ഗതാഗത വിമാനങ്ങളും ഇതെല്ലാം ഒരു ഒത്തുചേരൽ കൃത്യമായിട്ടും ഇല്ലാതെയാക്കി, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് വ്യക്തമായ ഒരു ധാരണയുടെ പുറത്താണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത്. അല്ലെങ്കിൽ ഈ
പടുവൃദ്ധനെ, ഈ ഖമനേയിയെ ഇല്ലാതെയാക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ വളരെയധികം ഭയത്തിലുമാണ്. കാരണം ഇത്രയേറെ സുരക്ഷയോടുകൂടി അവർ തങ്ങളുടെ പരമോന്നത നേതാവിന് സുരക്ഷ ഒരുക്കിയിട്ടും ഇസ്രയേൽ ഇല്ലാതെയാക്കി കളഞ്ഞു. പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ, ഖമനേയിയുടെ മകളും മരുമകനും കുട്ടിയും ഉൾപ്പെടെ ഇല്ലാതെയായി. അവരെ തീർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് ഇനി വരുന്ന 2 ദിവസം കൊണ്ട് അടിച്ച് നിരപ്പാക്കി കൊടുക്കും ഇസ്രായേൽ എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഇവർക്ക് ഇനി അടുത്ത ആസൂത്രണം, അതായത് IRGC തിരിച്ചടിക്കുമെന്നൊക്കെയുള്ള വീരവാദങ്ങൾ മുഴക്കിയിട്ടുണ്ട്. IRGCയുടെ വീരവാദങ്ങളൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വളരെ വലിയ സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനിൽ പ്രക്ഷോഭകാലത്ത് എത്രയധികം പേരെ അവർ ഇല്ലാതെയാക്കി കൂട്ടക്കുരുതി നടത്തിയിരുന്നു എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അന്നേരം നമ്മുടെ മാധ്യമങ്ങൾക്ക് വായിൽ നാവുണ്ടായിരുന്നില്ലേ എന്നുള്ള സംശയം പോലും നമുക്കിവിടെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയൊരു മീറ്റിംഗ് ചേരാനായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം ഈ പറയുന്ന ഇറാനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. കാരണം അടുത്ത പരമോന്നത നേതാവിനെ അവർക്ക് തീരുമാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ IRGC ഇതിന് വേണ്ടുന്ന നിലമൊരുക്കും അല്ലെങ്കിൽ കളമൊരുക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എവിടെ ചേരും, എങ്ങനെ ചേരും, ആരുടെ കൂടെ ചേരും, ആരെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് അവർ ഓർഗനൈസ് ചെയ്യും? അവിടെ വലിയ ഭയം നിഴലിക്കുന്നുണ്ട്. കാരണം ഇത്രയും മാസങ്ങൾ നീണ്ട ഒരു നിരീക്ഷണങ്ങൾക്ക് ഒടുവിൽ അവരുടെ പരമോന്നത നേതാവിനെ അവർ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിച്ചുവെങ്കിൽ അയാളെ ഇല്ലാതെയാക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഏജന്റുമാർ എവിടെയെല്ലാം ഇവർക്ക് ചുറ്റും തന്നെ ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക. ഇനി എവിടെ ചേർന്നാലും ഇത് ഇസ്രായേൽ അറിയില്ലേ എന്നുള്ള ആശങ്ക. ഇസ്രായേൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ചേരുന്ന ഇടം ചാരമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ അടുത്ത നേതാവ് എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാനായിട്ട് ഇവറ്റകൾക്ക് ഒരാൾ പോലും ഉണ്ടാകില്ല. എല്ലാം ഒരു പിടി ചാരമായി മാറുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. 2025 ജൂണിൽ ആദ്യത്തെ ആക്രമണം നടക്കുന്ന സമയത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേൽ അവരുടെ 30 ജനറൽമാരെയാണ് ഇല്ലാതെയാക്കിയത്. തീർത്തു കളഞ്ഞു, നിശേഷം തീർത്തു കളഞ്ഞു. ചിതറിക്കിടക്കുന്ന ഈ പറയുന്ന ഇവരുടെ ജനറൽമാരെ കണ്ടുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് ഇരിക്കാനേ ഖമനേയിക്ക് പോലും കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അന്നെല്ലാം ഖമനേയി വളരെ സുരക്ഷിതരായിട്ട് ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന ഖമനേയി മറനീക്കി പുറത്തു വരുന്നത്. ബങ്കറിനുള്ളിൽ നിന്ന് തൻ്റെ തോടിനുള്ളിൽ നിന്ന് തല പുറത്തേക്ക് ഇടുന്നത് പോലെ ഖമനേയി പുറത്തു വന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആൾ ഇവർക്ക് പറയാനില്ല. അപ്പോൾ ഇനിയുള്ള ഒരു മീറ്റിംഗ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും സംഭവിക്കുക എന്നുള്ള ഒരു ഭയം ഉണ്ടാകുന്നുണ്ട്. എന്നായാലും ഈ 30 ജനറൽമാരെയൊക്കെ ഇല്ലാതെയാക്കിയതിന് പകരമായിട്ട് പ്രതികാരമായി ഇറാൻ 6 രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിച്ചു. മിക്കതും തടയപ്പെട്ടു. അബുദാബിയിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ ഒരു സിവിലിയനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇനി ഒരു പരമോന്നത നേതാവിനെ വെച്ചു വാഴിക്കാനായിട്ട് ഇറാന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ധൈര്യത്തിന് അവർ മുതിരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ആക്രമണം അവരെ എല്ലാവരെയും ഒരു പിടിച്ചാരമാക്കുന്നതിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. ഞങ്ങൾ സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.